അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നമ്മുടെ അക്യുപഞ്ചർ ഡോക്ടർ അസീസ് ഖാനെ കാണാനാണ് ഇവിടെ വന്നത്. CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും അൽഹംദുലില്ലാഹ് ഭാഗ്യം കിട്ടിയ ആളാണ്. ഇന്ന് അവരുടെ സുഹൃത്തിൻ്റെ വീടായ കാരന്തൂറാണുള്ളത്. ഇവരുടെ വീട് പയ്യോളിലാണ്. പയ്യോളിയിൽ എവിടെയാണ്? പയ്യോളി തന്നെ അല്ലേ? അൽഹംദുലില്ലാഹ്. ഏതായാലും CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് നേരിൽ കണ്ട് അനുഭവിച്ച അനുഭവസ്ഥരാണ് നമ്മളോടൊപ്പം അവരനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്ന് ഏതായാലും അസീസ് ഡോക്ടറിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. എന്തൊക്കെയാ റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ CM വലിയുള്ളാഹിയുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം, എങ്ങനെയാണ് ബന്ധപ്പെടാൻ അവസരം ഉണ്ടായത്? അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹ്. 1988, 89, 90 കാലഘട്ടത്തിലാണ് മർക്കസ് ആർട്സ് കോളേജിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചത്. ആ വർഷം തന്നെയാണ്, എന്ന് പറഞ്ഞാൽ 3 വർഷമാണ് അന്നത്തെ PTC കോഴ്സ്. 1 വർഷം നമുക്ക് അഫ്സൽ ഉലമയുടെ കോഴ്സാണ് നമുക്ക് അവർ തരുന്നത്. അതിന് ശേഷം 2 വർഷത്തെ PTCയും. ആ 1-ാം വർഷത്തെ കോഴ്സ് അന്ന് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫ്സൽ ഉലമയുടെ ഒരു പ്രീ കോഴ്സ് ഉണ്ട്. അതിലേക്ക് നമുക്കെന്ത് കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഷെയ്ഖുനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പരീക്ഷ എടുത്തപ്പോൾ. അതിനുവേണ്ടി ഷെയ്ഖുനെ കോഴിക്കോട് പോയി കാണുകയും ഷെയ്ഖുന എന്നോട് ദുആ ചെയ്യാൻ പറയുകയും ചെയ്തു. അങ്ങനെ 2 വട്ടം ഷെയ്ഖുനെ കണ്ടു. അൽഹംദുലില്ലാഹ്. അതേ സമയത്ത് നമ്മളെ കൂടെ ഒരു സയ്യിദ് ഉണ്ടായിരുന്നു, മഞ്ചേരിക്കാരൻ. മൂപ്പര് ഷെയ്ഖിനെ ചോദിച്ചു, അത് മൂപ്പര് ഒറ്റക്കാണ് പോകുന്നത്. എന്താണ് വന്നത്? പരീക്ഷയുണ്ട്. എന്ത് പരീക്ഷ? അഫ്സൽ ഉലമ. എപ്പോഴാണ് പരീക്ഷ? റമദാനിൽ. എഴുതണ്ട എന്ന് പറഞ്ഞു. തങ്ങൾ നല്ല തജ്വീദിൽ നല്ല കഴിവുള്ള തങ്ങളായിരുന്നു. നമ്മളൊക്കെ നല്ല പ്രതീക്ഷ വെച്ചാൽ മൂപ്പര് പരീക്ഷയ്ക്ക് പാസ്സാവുന്നു. പക്ഷേ മൂപ്പര് പരീക്ഷയ്ക്ക് തോറ്റു. നമുക്ക് വലിയ അത്ഭുതം. ഷെയ്ഖുന പറഞ്ഞു എഴുതണ്ട എന്ന് പറഞ്ഞു. പക്ഷെ തങ്ങളെന്ത് ചെയ്തു? പോയി എഴുതി. തങ്ങൾ തോറ്റു. തങ്ങളോ നന്നായിട്ട് അറബി കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. തജ്വീദും എല്ലാ വിഷയത്തിലും നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്. അതൊരു സിമ്പിളൊരു എക്സാമാണിത്. ആ കൊല്ലം മൂപ്പർക്ക് എഴുതാൻ കഴിഞ്ഞില്ല. പിന്നെ മൂപ്പർ എഴുതിയെടുത്തു. പക്ഷേ ഷെയ്ഖുനയുടെ ഒരു വാക്ക് കാരണം എന്തായി? അന്നത്തെ കൊല്ലം ആ കൊല്ലം തോറ്റ് കിട്ടി. പിന്നെ ഷെയ്ഖുനെ നമ്മൾ കാണാൻ പോയി. 2 വട്ടം അൽഹംദുലില്ലാഹ് മൂപ്പൻ്റെ വീട്ടിൽ പോയി കണ്ടു. പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന പല അത്ഭുതം എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ വഫാത്തിന് ശേഷമാണ്. ബഹുമാനപ്പെട്ട CM ഇബ്രാഹിം സാഹിബ് മൂപ്പര് മന്ത്രിയായ സമയത്ത് കേന്ദ്രത്തിൽ, അന്ന് ദേവഗൗഡയുടെ കാലത്ത്, അന്ന് ദേവഗൗഡ അന്ന് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ശരിക്കും സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആരാണ്? CM ഇബ്രാഹിം സാഹിബാണ്. ഭാഷയുടെ കാര്യത്തിലായാലും പിന്നെ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലായാലും അവരോട് ബന്ധമുണ്ട്. അന്നേ ബന്ധമുണ്ട്, ഇന്നും ബന്ധമുണ്ട്. അന്ന് മൂപ്പര് ഡൽഹിയിൽ മൂപ്പരുടെ ഹൗസ് വാമിങ്, ഒഫീഷ്യൽ മിനിസ്റ്റേഴ്സ് ഹൗസിൻ്റെ ഹൗസ് വാമിങ്ങിന് നമ്മളെ ബഹുമാനപ്പെട്ട മർഹൂം ഷാഹുൽ ഹമീദ് ശാന്തപുരം പടച്ചറബ് അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമായി കൊടുക്കട്ടെ, നമ്മൾ പോയിരുന്നവരുടെ അൽഹംദുലില്ലാഹ്. അദ്ദേഹം പിന്നെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു 10-30 പേരെ മൗലിദിന് വേണ്ടി CM ഇബ്രാഹിം സാഹിബിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവരൊക്കെ വന്നു. ഞാനന്ന് വർക്ക് ചെയ്യുന്നത് ഷാഹുൽ ഹമീദ് സാഹിബും ഞാനൊക്കെ ഡൽഹിയിൽ മർക്കസിനും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ വർക്ക് ചെയ്യുകയാണ്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒക്കെ വർക്കിന് വേണ്ടി നമ്മളവിടെ ഓഫീസിൽ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മളും സാറെ വീട്ടിൽ മൗലൂദിന് പോയി. അൽഹംദുലില്ലാഹ്. മൗലൂദിന് ശേഷം ഇവരൊക്കെ നാട്ടുകാരൊക്കെ വന്ന് ട്രെയിനിലായിരുന്നു. അപ്പോൾ ഷാഹുൽ ഹമീദ് സാഹിബ് അറിയാതെ ഈ മടക്കയാത്രക്കുള്ള എല്ലാവർക്കും ട്രെയിൻ ടിക്കറ്റിന് പകരം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പം ഞാൻ ഷാഹുൽ ഹമീദ് സാഹിബിനോട് ചോദിച്ചു, ഷാഹുൽ ഹമീദ് സാഹിബ്, ഇത് ഞാൻ ഇവിടുത്തുകാരനാണല്ലോ, നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അതൊരു സൗകര്യം, അതൊരു കുഴപ്പമില്ല. മൂപ്പര് വ്യോമയാന മന്ത്രിയാണ്, വാർത്താ വിനിമയ 2 വളരെ പ്രധാനപ്പെട്ട വകുപ്പുള്ളൊരു മന്ത്രിയും കൂടിയാണ്. അപ്പോൾ ഷാഹുൽ ഹമീദ് സാഹിബ് പറഞ്ഞു, അതൊന്നും പ്രശ്നമാക്കണ്ട, അത് ഷെയ്ഖുനയുടെ ഒരു പൊരുത്തം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും ഞാൻ അവിടുന്ന് കൂടിയ ലോക്കലായി. ബാക്കി നാട്ടിലുള്ള ഗസ്റ്റുകൾക്കൊക്കെ അന്നത്തെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ
ഡൽഹി ടു ബോംബെ, ബോംബെ ടു കാലിക്കറ്റ് ഫ്ലൈറ്റാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. അപ്പം ഫ്ലൈറ്റ് കയറുന്നത് വരെ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു. പഠിച്ച റബ്ബേ ഇത് പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നു. അൽഹംദുലില്ലാ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം ഞാൻ ഷെയ്ഖുനയുടെ പേരിൽ, CM വലിയുള്ളാഹിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി. കാരണം മൂപ്പര കാരണമാണ് പിന്നെ CM ഇബ്രാഹിം സാഹിബ് മന്ത്രിയാവുന്നത്. മുന്നേ മന്ത്രിയാവാൻ ഒരു സാധ്യതയില്ലാത്ത ഈ മനുഷ്യനെ നിങ്ങൾ മന്ത്രിയാവുമെന്ന് പറഞ്ഞത് CM വലിയുള്ളാഹി ആയിരുന്നു. അങ്ങനെ മൂപ്പര് മന്ത്രിയാവുന്നു. ഫ്ലൈറ്റിൽ നമ്മൾ കയറുന്നു. മന്ത്രിയാവാൻ ഒരു ചാൻസ് ഇല്ല, ഒരു സാധ്യതയൊന്നുമില്ലായിരുന്നു, ഒരു സാധ്യതയില്ലായിരുന്നു. പക്ഷേ CM വലിയുള്ളാഹിയുടെ ഒരൊറ്റ വാക്ക്, നിങ്ങൾ മന്ത്രിയാണ്, അത് തന്നെ. അത് കാരണം ഏറ്റവും പവർഫുൾ പോർട്ട്ഫോളിയോ ആണ് മൂപ്പർ കിട്ടിയത്. ഒന്ന് വ്യോമയാന വകുപ്പ്. അത് ഇന്ത്യയിൽ നല്ല ഇന്ന് വരെ എയർ ഇന്ത്യ നഷ്ടത്തിലേ ഓടിയിട്ടുള്ളൂ. അതേസമയം ഇബ്രാഹിം സാഹിബ് വന്ന അന്ന് ആ കൊല്ലം 90 കോടിയുടെ ലാഭം ഉണ്ടാക്കിയത് എയർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ലാഭത്തിലേ ഓടിയിട്ടില്ല. പിന്നെ അവസാനം ടാറ്റയ്ക്ക് വിൽക്കേണ്ടി വന്നു ഗവൺമെൻറ്റിന്. എത്രയാ 900 കോടിയോ 90 കോടിയോ എങ്ങനെ പറയാൻ പറ്റില്ല. ഏതായാലും അത്രയും കോടി ബാധ്യതകളോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ടാറ്റ ഇത് വാങ്ങിക്കുന്നത്. അത് വേറെ വിഷയം. അങ്ങനെ ഫ്ലൈറ്റ് കയറി ഷെയ്ഖുനയുടെ പേരിൽ ഫാത്തിഹ ഓതി. ബോംബെ ടു ഡൽഹി ടു ബോംബെ അൽഹംദുലില്ലാ ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ കയറി. ഇനിയിപ്പം ബോംബെ നിന്ന് കോഴിക്കോടേക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തിയപ്പം തന്നെ മനസ്സിലൊരാഗ്രഹം, ഷേഖേ നിങ്ങളാണല്ലോ ഇതിന് കാരണക്കാരൻ. ഏതായാലും ഡൊമസ്റ്റിക് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഫ്രീ ആക്കി തന്നു. ഇതൊക്കെ ഷെയ്ഖുനയുടെ വഫാത്തിന് ശേഷമുള്ള കറാമത്തുകളാണ് ഞാൻ പറയുന്നത്. ഓ അതെ അതെ. അപ്പം കോഴിക്കോട് എത്തിയപ്പോൾ എനിക്കൊരു മനസ്സിലൊരു ബുദ്ധി വന്നു. ഹയാത്ത് കാലത്ത് സഹായിച്ച പോലെ തന്നെ അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ സഹായം കിട്ടി എനിക്ക്. മാഷാ അല്ലാഹ്. അങ്ങനെ പിന്നെ കോഴിക്കോട് എത്തിയപ്പോൾ ഒരു ഫാത്തിഹയും കൂടെ എഴുതി ഷെയ്ഖുനയുടെ പേരിൽ. ഏതായാലും ഡൊമസ്റ്റിക് നിങ്ങൾ ഫ്രീ ആക്കി തന്നു, ഇൻ്റർനാഷണലും കൂടെ ഒന്ന് ഫ്രീ ആക്കി തന്നാൽ വലിയ ഗുണമായിരുന്നു. ഒരു മനസ്സിലൊരു ആഗ്രഹം, വെറും ആഗ്രഹം വെച്ചിട്ടുള്ളൂ, എങ്ങോട്ടാണ് പോകേണ്ടതെന്നും പിടുത്തം കിട്ടിയില്ല. മനസ്സിൽ ഒരു ഏരിയയില്ല, ഒരു സെക്ടറും ഇല്ല. അങ്ങനെ ഏകദേശം ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈജിപ്ത് എംബസിയുടെ ഒരു കാര്യത്തിന് വേണ്ടി 3-4 പേരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 ആലിമികളാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ജാഹിലാണ്. ആ സമയത്ത് ഇവർ 3-4 വട്ടം എംബസിയിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വിഷയം, നിങ്ങളിങ്ങനെ പോയി മടങ്ങി വരുന്നു? അപ്പോൾ പറഞ്ഞാൽ അത് നമ്മളൊരു പേഴ്സണൽ വിഷയമാണ്. ഞാൻ പറഞ്ഞു, വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പരിഹാരം ഞാനും നോക്കാമെന്നില്ല. ആ പരിഹാരം നിനക്കത് കഴിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണെന്ന് പറയുന്നറിയും. അപ്പോൾ അവർ പറഞ്ഞു, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ശരിയാക്കണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതിന് 1500 രൂപ പുറത്ത് കൊടുക്കണം. നമ്മളടുത്ത് പൈസയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പരിഹാരമുണ്ട്, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അതിനൊരു വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, നിങ്ങൾ എൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ വെക്കണം എന്നറിഞ്ഞു. ഓ നിൻ്റെ വെച്ചോന്ന് അറിഞ്ഞു. എൻ്റേത് ആകെയുള്ളൊരു അഫ്സലുമേ ഉള്ളൂ, വേറൊന്നുമില്ല. വേറൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ BA സർട്ടിഫിക്കറ്റ് ഉണ്ട്, MSW ഉണ്ട്, ജേർണലിസം ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ് അല്ലാതെ വേറൊന്നും എൻ്റെ ഇതില്ല. പറഞ്ഞു ധൈര്യത്തിൽ വെച്ചോന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നു, അടുത്തുള്ളൊരു ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ പരിചയപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഒരു ഈജിപ്ത് യാത്ര വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ സാർ എന്തെങ്കിലും ചെയ്തു തന്നാലേ നമുക്ക് ഒരു സഹായം കിട്ടുകയുള്ളൂ, അതിന് പുറത്തൊക്കെ വലിയ പൈസയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ലെറ്റർ ഹെഡില്ലല്ലോ. ഞാൻ പറഞ്ഞു, ലെറ്റർ ഹെഡ് ഞാൻ എപ്പോൾ ഡിസൈൻ ചെയ്ത് എപ്പോൾ കൊണ്ടുതരാം. ഡിസൈൻ ചെയ്ത് കൊണ്ടുകൊടുത്തു. മൂപ്പർ പറഞ്ഞു മാറ്റർ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ മാറ്റർ നമ്മളടുത്ത് റെഡി ഉണ്ട്, അതും ടൈപ്പ് ചെയ്ത് കൊണ്ടു കൊടുത്തു. അപ്പോൾ സാർ എന്ത് ചെയ്തു, 5 ആളെ പേരിൽ ലെറ്റർ അടിച്ചു തന്നു. അങ്ങനെ സാർക്ക് 50 രൂപ വെച്ച് 250 കൊടുത്തു. അപ്പോൾ 1500 വെച്ച് ഒരാൾക്ക് കൊടുക്കേണ്ടത് 5 ആൾക്കും കൂടെ ആകെ 250 രൂപയിൽ കൊടുത്തു. അങ്ങനെ എൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ എംബസിയിൽ കൊണ്ടുപോയി. ഒരാഴ്ചയ്ക്ക് ശേഷം അവിടുന്ന് വിളി വന്നു, നിങ്ങളെ വിസ റെഡി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ അതിൽ അസീസിൻ്റെയും വിസ റെഡിയായിരുന്നു. അൽഹംദുലില്ലാ. ആ ഒരാഴ്ചയ്ക്ക് ശേഷം മർക്കസിലുള്ള 3 പേരും പിന്നെ പട്ടിക്കാട് ജാമ്യയിലുള്ള ഒരു വ്യക്തിയും നമ്മൾ 5 പേരും അൽഹംദുലില്ലാ ഈജിപ്തിലേക്കുള്ള യാത്ര, ബോംബെയിൽ നിന്ന് കൈറോയിലേക്കുള്ള യാത്രയിലേക്ക് ഫ്ലൈറ്റ് കയറി. ഈജിപ്ത് എയറിൻ്റെ ഫ്ലൈറ്റായിരുന്നു. അന്നും ഫാത്തിഹ ഓതി ഷെയ്ഖുനയുടെ പേരിൽ. കാരണം ഇതിന് കാരണക്കാരൻ ആരാണ്? ഷെയ്ഖുനയാണ്. അങ്ങനെ ആ ഫസ്റ്റ് ഇൻ്റർനാഷണൽ യാത്രയും ഫ്രീ ആയിട്ട് 3 മാസം അവിടെ താമസിച്ച് തിരിച്ചു വന്നു. പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ ഷെയ്ഖുന AP ഉസ്താദിൻ്റെ കൂടെ പല തവണ കശ്മീരിലേക്കും ജോധ്പൂരിലേക്കും പല സ്ഥലത്തും, അത് മാത്രമല്ല ആസാമിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവർ തന്നെയായിരുന്നു. എന്നാൽ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ
ഗോഹട്ടി ടു സിൽച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ബേസ്ഡ് ഏരിയയാണ്. അതൊക്കെ എത്ര വട്ടം കറങ്ങിയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇതൊക്കെ ഷെയ്ഖുനായുടെ ഒരൊറ്റ മഹൽ ഫള് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എത്രയോ ഫ്ലൈറ്റ് പല രാജ്യങ്ങളിലേക്കും, ഞാൻ നോർത്ത് അമേരിക്കൻ സ്റ്റേറ്റായ കാനഡ വരെ എത്തി. അവിടെ എത്താൻ കാരണം എന്നൊക്കെ ഷെയ്ഖുനയാണ്. എന്നാൽ ഓരോ കാര്യത്തിനും വേണ്ടി മൂപ്പരോട്ട് ഒരു ഫാത്തി ഒതുക്കി കൊടുക്കുകയാണ്. ആ കാരണം കൊണ്ട് ദുനിയാവ് മുഴുവൻ കറങ്ങാനുള്ളൊരു അവസരം കിട്ടി. ആ കാരണം ഷെയ്ഖുനയുടെ വഫാത്തിന് ശേഷമുള്ള ഒരു കറാമത്തായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ സുഹൃത്ത്, ഞാൻ ഈ താമസിക്കുന്ന വീട്ടിലെ സുഹൃത്ത് ഷെരീഫ് മാഷ്, അദ്ദേഹത്തിൻ്റെ ഉമ്മക്ക് ഒരു വേദന ഉണ്ടായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, ഒരു ശമനമില്ലായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ അവർ പെരുവള്ളൂരിൽ നിന്ന് നിന്നെ കൊണ്ടോട്ടിയുടെ അടുത്തുള്ള പെരുവള്ളൂരിൽ നിന്ന് ഷെയ്ഖുനെ കാണാൻ വരികയും ഉമ്മയുടെ വിഷയം പറയുകയും ആ വേദന ഞാൻ മാറ്റി. അത് തന്നെ അവരൊറ്റ വാക്ക്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഷെയ്ഖ് 2-3 ദിവസം തന്നെ അവിടെ നിന്നിരുന്നു. വയനാട്ടുകാരനാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാപ്പ വളരെ സാധുവായിരുന്നു. എന്നാൽ പണമൊന്നും കയ്യിലില്ലായിരുന്നു. അത്യാവശ്യം അറബ് ജോലി, അത്യാവശ്യം ചില്ലറ ജോലികളൊക്കെ ചെയ്ത് അദ്ദേഹം കുടുംബം പോറ്റായിരുന്നു. ആ കാലത്ത് ഷെയ്ഖുന വീട്ടിലെത്തുകയും ഷെയ്ഖുന അദ്ദേഹത്തോട് പറഞ്ഞു, ധാരാളം പണം വരാനുണ്ട്, പണം നിറയെ വരും. അന്ന് മൂപ്പർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ അത്രയും കഷ്ടപ്പാടുള്ള സമയമാണ്. പക്ഷേ ഷെയ്ഖുനയുടെ ഒരു വാക്ക് കാരണം ഇന്ന് വളരെ നല്ല നില. എന്നാൽ അന്ന് ആ ഷെയ്ഖുന ഒരൊറ്റ വാക്ക് പറഞ്ഞത് കാരണം പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പണം തന്നെയായിരുന്നു. ഇപ്പോഴും അൽഹംദുലില്ലാ അവർക്ക് നല്ല ഇസ്സത്തിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അവർക്ക് ആ ഷെയ്ഖുനെ അന്ന് ഖിദ്മത്ത് ചെയ്ത എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂടെ പഠിച്ച് ഷെരീഫ് മാഷ് പോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച സുൽഫിക്കറിൻ്റെ വാപ്പ 80ഓളം വയസ്സായി. അൽഹംദുലില്ലാ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൻ സീമൽ കണ്ട ആളാണ്. ആ വീട്ടിലുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിൽ കുളിക്കുന്നത് നേരിട്ട് കണ്ട ആൾക്കാരാണ് ആ വീട്ടുകാരൊക്കെ. തിളച്ച വെള്ളത്തിൽ 4-5 വട്ടം കുളിക്കാന്ന് പറഞ്ഞാൽ അത് ഷെയ്ഖുനയുടെ എന്തോ ഒരു കറാമത്തൊരു ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തിളച്ച വെള്ളത്തിൽ തന്നെ കൈ പോലും തൊടാൻ പേടിക്കുന്ന മനുഷ്യന്മാർ ശരീരത്തിൽ എങ്ങനെയാണിത് ഒഴിച്ചിടുന്നതെന്ന് അത് നമ്മളെ ബുദ്ധി കൊണ്ട് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതേസമയം ഇത് നേരിട്ട് കാണാൻ വീട്ടുകാർ ഒരു ഭാഗത്ത് വെള്ളം തിളപ്പിക്കുന്നു, തിളച്ച വെള്ളം എടുത്ത് മൂപ്പരൻ്റെ മേലൊഴിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും സഹായത്തോടെ ഒഴിപ്പിക്കുന്നു. ഇതൊക്കെ സാധാ ബുദ്ധി കൊണ്ട് നമുക്ക് അങ്ങ് ഗ്രഹിക്കാൻ കഴിയില്ല. അതിനൊക്കെ എന്ത് വേണം? വേറൊരു ബുദ്ധിയും ഒരു മഹബത്തും ഉണ്ടെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ ഔലിയാക്കന്മാരുടെ മഹബത്ത്, റസൂലുള്ളാഹിയുടെ മഹബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കഴിയുകയുള്ളൂ. പിന്നെ മഹാന്മാരുടെ ആ ഖുർബ് അത് നമുക്കുണ്ടാവുകയും വേണം. പിന്നെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ മഹബത്ത് എത്ര വർദ്ധിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് റസൂലുള്ളാഹിയുടെ മഹബത്ത് വർദ്ധിക്കും. റസൂലുള്ളാഹിയിലേക്ക് എത്താനുള്ളൊരു വസീലയാണ് നമുക്ക്. അതെ, അൽഹംദുലില്ലാ. അതെ, ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ CM എന്നുള്ള പേര് CM ഇബ്രാഹിമിനെ അറിയാനെ കുറിച്ച്? അത് അറിയില്ല. രണ്ടും ഒരേ വാക്കിലാണ് കിടക്കുന്നത്. CM എന്നെങ്ങനെ കിട്ടിയതാണ്? അദ്ദേഹത്തിന്റെ ഇൻഷിലാണോ അല്ലെ അദ്ദേഹം ഒരു മഹബത്ത് തുടക്കത്തിലേ ഉള്ളൊരു പേര് തന്നെയാണ് CM ഇബ്രാഹിം. ഇപ്പോൾ CM അടുത്ത് വരുമ്പോൾ തന്നെ ഈ CM ഇബ്രാഹിം അതിൻ്റെ മുമ്പേ ഉണ്ട് ഉണ്ടല്ലേ? അതിന് വലിയ പൊരുത്തമുള്ള മനുഷ്യനാണ്, വലിയ പൊരുത്തം. എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ കോലമൊക്കെ ഒന്ന് മാറിയിട്ട് വേറൊരു കോലത്തിലേക്ക് വരണം, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു സമയം ഉണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പം ഷെയ്ഖുനാനെ ഹയാത്ത് കാലത്ത് കാണാൻ പറ്റിയും അവർ വഫാത്തിന് ശേഷവും നമ്മൾ അവരെ മദത് കൊണ്ട് ജീവിച്ചു പോകണം. അൽഹംദുലില്ലാ. ഇതാണ് അനുഭവങ്ങൾ. അൽഹംദുലില്ലാ, അനുഭവങ്ങൾ കുറേ ഉണ്ട്. ഏതായാലും ഷെരീഫ് മാഷ് എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും അൽഹംദുലില്ലാ നമ്മളോടൊപ്പം നമ്മുടെ ഡോക്ടർ CM വലിയുള്ളാഹിയുടെ വലിയ അനുഭവങ്ങളാണ് പങ്കുവച്ചത്. ഹയാത്ത് കാലത്ത് അനുഭവിക്കുന്ന അവരെ ജീവിതകാലത്ത് അനുഭവിച്ചതിനേക്കാൾ വലിയ കറാമത്താണ് അവർ വഫാത്തിന് ശേഷവും മുഹിബ്ബീങ്ങൾ അനുഭവിക്കുന്നത്. അനുഭവം ഉള്ളവർക്കേ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ, അല്ലേ? അൽഹംദുലില്ലാ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മദതും ഇഫ്ളും എപ്പോഴും നമുക്കും ഈ വീട്ടുകാർക്കും നമ്മളുമായി സഹകരിക്കുന്നവർക്കും നമ്മളെ സഹായിക്കുന്നവർക്കും നമ്മുടെ എല്ലാ മുഹിബ്ബീങ്ങൾക്കും അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. നമുക്ക് CM വലിയുള്ളാഹിയെ കണ്ട
അനുഭവസ്ഥരായ ആളുകൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ ചെറിയ അനുഭവമാണെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് വരും തലമുറക്ക് ഇത് ഉപകരിക്കും തീർച്ചയായിട്ടും. അതിന് നമുക്ക് മടവൂർ കാഫിലയോടൊപ്പം ഒരുമിച്ച് നിൽക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദബോധം തന്നു